നമസ്കാരം, ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവറുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണാം. ഇന്നത്തെ പതിവ് എന്താച്ചാല് ബ്രഹ്മമുഹൂർത്ത നേരത്ത് ചെയ്യേണ്ട ഒരു ഭയങ്കര പവറുള്ള ഒരു വിഷയം. ഇത് വന്നിട്ട് സിദ്ധർകൾ കുറിപ്പില് ഇരിക്കുന്നത്. വരാഹി അമ്മൻ നമ്മൾക്ക് പ്രസാദിക്കാൻ വേണ്ടി നമ്മൾ ഏതെല്ലാം വഴിപെട്ടാലും എന്തെല്ലാം മുറ ചെയ്താലും ഈ ഒരു കാര്യം ചെയ്താല് അമ്മ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രസാദിക്കും. ഇത് വന്നിട്ട് ഒത്തിരി പവർഫുൾ ആയത് ഒരേ തവണ ചെയ്താൽ മതി, നമുക്ക് റിസൾട്ട് കിട്ടും. ഇതൊക്കെ വന്നിട്ട് അധിക പൊരുളൊന്നും നമുക്ക് ആവശ്യമേ ഇല്ല. ഒരേ ഒരു പൊരുൾ മതി, അതും ഒരേ ഒരു നമ്പറിലുള്ള മാത്രം മതി. ഇത് വന്നിട്ട് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി 100% റിസൾട്ടും കൊടുക്കും. അങ്ങനെ ഒരു സീക്രട്ട് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ഫുള്ളായി ലാസ്റ്റ് വരെയും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളുക. അപ്പോഴാണ് ചെറിയ ചെറിയ ഇൻഫർമേഷൻ കൂടെ നിങ്ങൾക്ക് നല്ല തെളിവാ മനസ്സിലാവും. ഇനി വന്നോളൂ, നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. ഇത് വന്നിട്ട് നിങ്ങള് ബ്രഹ്മമുഹൂർത്ത സമയത്തിന് വെറും വയറ്റിലാണ് ചെയ്യേണ്ടത്. ഇത് അത്രയ്ക്കും ശക്തിവാർന്ന ഒരു മുറയാണ്. അതിനാലേ നിങ്ങൾ ഇത് മാക്സിമം ചെയ്യാൻ ശ്രമിച്ചോളുക. ഇത് വന്നിട്ട് സിദ്ധർകൾ വന്നിട്ട് பயன்படுത്തിയത്. ഇതിന് വന്നിട്ട് ഒരേ ഒരു പെപ്പർ, അതായത് കുരുമുളക് മാത്രം മതി ഈ മുറ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സൂക്ഷ്മ മുറ ചെയ്ത് നമ്മള് വരാഹി അമ്മൻ കിட்ட ചോദിക്കുമ്പോൾ ആ കാര്യം വന്നിട്ട് തീർച്ചയായും നടന്നു കിട്ടും. ഒരേ ഒരു കുരുമുളക് മതി, നിങ്ങളുടെ ജീവിതമേ മാറി മാറി. അങ്ങനെയാണ് ഇത് സിദ്ധരുടെ കുറിപ്പില് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഒരു ആശ്ചര്യമായിട്ട് തോന്നും, ഒരു കുരുമുളകാല ജീവിതത്തിൽ എന്ത് മാറ്റം വരുമെന്ന്. മാറുത്, അത് മാറ്റി എന്നതാണ്. അതിന് ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ അതിന്റെ എക്സാമ്പിള്. അതുപോലെ ഞാൻ ഒത്തിരി പേർക്ക് ഇത് പകർന്നു കൊടുത്ത് ഒരുപാട് ഭയങ്കരമായ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാല് നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇതിന് ദിവസം അങ്ങനെ ഒന്നും ഇല്ല. രാവിലെ ബ്രഹ്മമുഹൂർത്ത നേരം അറിയാലോ, മോർണിംഗില് 3:45 AM ഇരുന്ന് 4:50 5 o'clock വരെയുള്ള ടൈം. ഇതാണ് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള സമയം. ഇനി ആ സമയത്തിൽ നിങ്ങൾക്ക് എണീക്കാൻ പറ്റാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂര്യോദയത്തിന് മുന്നേ ചെയ്തോളുക. ഒരു 5:45 6 മണിക്ക് മുന്നേ ആയിട്ട് ചെയ്തോളുക. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പാടില്ല. എംപ്റ്റി സ്റ്റൊമക്കിലായിരിക്കണം. ഒരേ ഒരു കുരുമുളക് മാത്രം നിങ്ങൾ എടുത്ത് വെച്ചോളുക. ഈ പരിഹാരം ചെയ്യുന്നതിനായിട്ട് ഒരേ ഒരു കുരുമുളക് മാത്രം മതി. വീട്ടിൽ നിങ്ങൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നില്ലേ ബ്ലാക്ക് പെപ്പർ, അത് താൻ. ഇനി എന്താ ചെയ്യേണ്ട വെച്ചാല് വരാഹി അമ്മനോടെ ശക്തിയാർന്ന ഒരു മന്ത്രം. ഇത് വന്നിട്ട് നിങ്ങൾ ഒരേ ഒരു തവണ വള്ളി 1 ടൈംസ് ചൊല്ലിയാലേ പോതും. നിറയെ ടൈംസ് ഒന്നും ചൊല്ലവേ വേണ്ട. ഈ മന്ത്രം എങ്ങനെ ചൊല്ലണമെന്ന് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം. ശക്തിയായ ബീജങ്ങളോടെ കൂടിയാണ് ഈ മന്ത്രം ഉരുവാക്കി എടുത്തിരിക്കുന്നത്. അതിനാൽ ഇത് 1 ടൈം ചൊല്ലിയാലേ പവർ സെമ്മയ വർക്കൗട്ട് ആവും. മന്ത്രം നോട്ട് ചെയ്ത് വെച്ചോളൂ. വന്ദേ വരാഹ വക്രാം വരമണി മകുടാം വിട്രിമ രോദ്ര പൂഷാം മമ കാര്യം പരവര ട്രീം വരാഹ വരാഹ. വന്ദേ വരാഹ വക്രാം വരമണി മകുടാം വിട്രിമ രോദ്ര പൂഷാം മമ കാര്യം പരവര ട്രീം വരാഹ വരാഹ. വന്ദേ വരാഹ വക്രാം വരമണി മകുടാം വിട്രിമ രോദ്ര പൂഷാം മമ കാര്യം പരവര ട്രീം വരാഹ വരാഹ. ശരിയാ? ഈ മന്ത്രത്തെ വന്നിട്ട് ഒരേ ഒരു തവണ ചൊല്ലിയാൽ മതി. എന്നതിന് ശേഷം നിങ്ങൾ ഈ കാണുന്നില്ലേ ശ്രീം എന്ന മന്ത്രം, ഇതിൽ വന്നിട്ട് നമ്മൾ മുന്നേ പറഞ്ഞ മന്ത്രത്തെ വായ് വിട്ട് അല്ലെങ്കിൽ മനസ്സാലെ ഒരേ ഒരു തവണ ചൊല്ലിക്കോളുക. இந்த ശ്രീം എന്ന വാക്യത്തെ നിങ്ങളുടെ ഇടതിലെ ഉള്ളം കൈ ഇരിക്കുംല്ലേ, ഈ ഉള്ളം കൈയില് ശ്രീം വാർത്തയെ നിങ്ങൾ ഈ വേർഡ് നിങ്ങൾ എഴുതണം. ഇങ്ങനെ ഇടത് കൈയില് ഉള്ളം കൈയിലായിട്ട് ഈ ശ്രീം വാർത്തയെ നമ്മൾ എഴുതിയിട്ട് അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ ഒരു കുരുമുളക് വേണമെന്ന്, നിങ്ങൾ ചോദിക്കുന്ന വിഷയം നിറവേറ്റി തരാൻ ഒരേ ഒരു കുരുമുളക് മതി. ദെൻ നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാല് ഈ മുളകിനെ എടുത്ത് കയ്യിൽ വെച്ചോളുക. കയ്യിൽ വെച്ചതിന് ശേഷം നിങ്ങൾ എന്തിനു വേണ്ടി ഈ പ്രാർത്ഥന ചെയ്യുന്നുവോ, ഒരു ജോലി കിട്ടണോ അതോ ട്രാൻസ്ഫർ കിട്ടണോ, അതല്ല ഇപ്പൊ കല്യാണത്തിന് വേണ്ടിയോ കടം തീർക്കാൻ വേണ്ടിയോ എന്തിനു വേണ്ടിയാണോ നിങ്ങളുടെ വേണ്ടുതൽ വന്നിട്ട്, അതല്ല നിങ്ങൾക്ക് പണം കുറച്ച് വേണം, അത് എന്ത് വേണമെങ്കിലും എത്ര വിഷയം വേണമെങ്കിലും മൾട്ടിപ്പിൾ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചോളുക. ഈ മുളകെടുത്ത് മാത്രം കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളുക. എന്നതിന് ശേഷം നിങ്ങളോട് ഞാൻ ഇടത് കൈയിലാണ് എഴുതാൻ പറഞ്ഞത്.
മുളകെടുത്ത് നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് വലത് കൈയില് നിങ്ങളുടെ പെരുവിരൽ ഇരിക്കുന്നില്ലേ, ഈ വലത് കൈയില് ഉള്ളംകൈ എടുത്ത് ഈ ഇടത് കൈയിലിരിക്കുന്ന വാക്ക് എഴുതിയിരിക്കുന്നില്ലേ അതിൽ ഈ മുളക് വെച്ചിട്ട് നിങ്ങൾ ഈ കയ്യില് ഈ പെരുവിരല് കൊണ്ട് ഇങ്ങനെ ചുറ്റണം. ശരിയാ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇടത് കൈയില് ഉള്ളം കൈയില് ശ്രീം വാർത്ത നിങ്ങൾ എഴുതി. ഇപ്പൊ മുളക് വന്നിട്ട് നന്നാ മനസാല വേണ്ടിയിട്ട് എടുത്ത് ഈ ശ്രീം വാർത്തയുടെ മേലെയായിട്ട് വെച്ചോളുക. എന്നതിന് ശേഷം വലത് കൈയിലെ പെരുവിരൽ കൊണ്ട് ഇങ്ങനെ ഈ മുളവിന്റെ മേലെ നിങ്ങൾ ചുറ്റുക. ഒരു മസാജ് ചെയ്യുന്നത് മാതിരി മുളകിൽ ഇങ്ങനെ സ്പർശിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റുക. ഇങ്ങനെ തേച്ച് തേച്ച് തേച്ച്, മനസ്സിലായില്ലേ? ഉള്ളം കൈയിൽ ഇങ്ങനെ തേച്ച് തേച്ച് അങ്ങനെ ചെയ്യണം. വേറെ ഒന്നുമേ ഇല്ല. വേറെ ഓർക്കേണ്ടത്, ഇത് എത്ര നേരം ചെയ്യണം വെച്ചാല് 20 മിനിറ്റ്സ് നിങ്ങളിത് ചെയ്യണം. നിങ്ങൾ ഫസ്റ്റില് ഉட்காരുമ്പോൾ അത് പൂജയറയിലോ ഇല്ലെങ്കിൽ ഹാളിലോ അമതിയായിട്ട് ഒരിടത്ത് ആരോടെ ഒരു തൊന്തരവും ഇല്ലാത്ത ഒരിടത്ത് പോയിട്ട് കാമൻ കോയറ്റായിട്ട് ഉட்காந்துക്കോങ്ക. എന്നിട്ട് ഇത് ചെയ്തോളുക. ദെൻ ഫേസിങ് നോക്കിയാല് അത് കിഴക്കോട്ടോ വടക്കോട്ടോ ഫേസ് ആകണ മാതിരി ഇരുന്ന് വേണം ചെയ്യാന്. എന്നതിന് ശേഷം നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ മുറ നന്നായിട്ട് പയൻപെടുത്തിക്കൊള്ളുക. ആ എഴുതിയിരിക്കുന്ന എഴുത്തിന്മേലെ ഇങ്ങനെ ഉരുട്ടിയിട്ടേ ഇരിക്കണം, മസാജ് ചെയ്തിട്ടേ ഇരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ നിങ്ങൾ ശ്രീയും വാർത്തയും പറഞ്ഞ് 20 മിനിറ്റ് ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഫസ്റ്റിലത്തെ മന്ത്രം ഒരു തവണ ചൊല്ലിയാൽ മതി. ഈ ശ്രീം എന്ന മന്ത്രം വന്നിട്ട് 20 മിനിറ്റ്സും അതുവേ ചൊല്ലിട്ടേ ഇരിക്കണം. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലാല് എന്ത് നടക്കുമെന്ന് ചോദിച്ചാല് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി വന്നു ചേരും. ദെൻ നമുക്കൊരു പോസിറ്റീവ് ഓറ അവിടെ ഫോം ആകും. നിങ്ങള് അത് ഓറ ഫോം ആയതിനു ശേഷം നിങ്ങൾ എന്ത് വിഷയമാണ് ചോദിക്കുന്നുവോ അതുപോലെ ചെയ്യും. അത് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. പെർട്ടിക്കുലർലി ബ്രഹ്മമുഹൂർത്ത ടൈം എന്നത് അത് നിങ്ങൾ മറന്നു പോകരുത്. ആ സമയത്ത് പ്രപഞ്ചം നമുക്ക് കൈ കൊടുക്കുന്ന നേരമാണ്. ശരിയാ? വേറൊരു റൂൾ ഇറക്കുന്നത്, ഈ മന്ത്രം വന്നിട്ട് വെറും വയറ്റിലേ ചൊല്ലാൻ പാടുള്ളൂ. പിന്നെ പീരീഡ്സ് ആയിരിക്കുന്നവരൊന്നും ഇത് ചെയ്യരുത്. പുലവാലയമുള്ളവരും ഇത് ചെയ്യരുത്. പെർട്ടിക്കുലർലി ഇത് ബ്രഹ്മമുഹൂർത്ത നേരത്തെ തന്നെ ചെയ്യണം. വീഡിയോ കാണുന്നവർക്ക് ഇനി ഡൗട്ട് വരും, ബ്രഹ്മമുഹൂർത്ത നേരത്തിലേ ചെയ്യാൻ പാടുള്ളൂ, ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല എന്ന്. ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു നേരം നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ആ നേരത്തിന് നിങ്ങൾ ചെയ്താൽ മതി. കാരണം ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ കുറച്ച് സഫർ നമ്മൾ ചെയ്യണം. നമ്മൾ കുറച്ച് സഫർ ചെയ്ത് നമ്മുടെ ഉഴപ്പ് അതിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ ഒരു ദൈവങ്ങളും നമുക്ക് തരത്തില്ല. ഇത് വന്നിട്ട് സിദ്ധർകൾ പിന്തുടർന്നു പോകുന്ന ഒരു പ്രൊസീജിയർ, ഭയങ്കര പവർഫുൾ ആയത്. സിദ്ധർകളും മുനിമാരും എല്ലാവരും പിന്തുടർന്നു പോകുന്നത്. അതിനാൽ നമ്മൾ അതിന് കുറച്ച് റെസ്പെക്ട് കൊടുക്കണം. ശരിയാ? ഇനി 20 നിമിഷം നിങ്ങൾ ഇത് ചെയ്തല്ലോ, 20 മിനിറ്റ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മുളക് എടുത്തിട്ട് നിങ്ങൾ ഒരു വെള്ള പേപ്പറിൽ മടിച്ചു വെച്ചിട്ട് നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചോളുക. ശരിയാ? ഇനി പോക്കറ്റ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ വെച്ചോളുക. ഇത് കഴിഞ്ഞിട്ട് പോയി നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോളുക. എന്ത് വേണമെങ്കിലും കഴിക്കാം, നോൺ വെജോ വെജോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്ത് വേണമെങ്കിലും പിന്നെ ചെയ്യാവുന്നതാണ്. ബട്ട് ഇത് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നോൺ വെജ് കഴിക്കരുത്. ഇത് ഞാൻ എടുത്തു പറയുന്നതിന്റെ കാര്യം, ഒരു ദിവസം ഒരു പെൺകുട്ടി എനിക്കിട്ട മെസ്സേജ് ആണ്. രാവിലെ 3:30 മണിക്കാണ്. ഞാനിപ്പോ നോൺ വെജ് കഴിച്ചു പോയി, എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന്. ഹോസ്റ്റലിലോ എന്തോ ട്രാവലിങ്ങിലോ ഇരുന്ന എന്തോ ഒരു കുട്ടിയാണത്. അപ്പൊ അതിനാലെയാണ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് മേ ബി അത് ഒരു പ്രോബ്ലം ആയിട്ട് തോന്നാം, പക്ഷെ ഇതൊക്കെ അറിയാത്ത കുറെ പേരുണ്ട്. അതിനാല് ശുദ്ധബദ്ധമായിരിക്കുന്നവർ മാത്രം ചെയ്യുക. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താലും മതി. കാരണം ഒരുപാട് പേർക്ക് കൈ കൊടുത്ത ഒരു പരിഹാരമാണിത്. ഇതിനുശേഷം നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്കിക്കോളൂ. എങ്ങനെ ഇത് വർക്കൗട്ട് ആവുമെന്ന് മാത്രം നിങ്ങൾ അടുത്ത ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കമന്റ് ചെയ്തോളുക. അത്രയ്ക്കും സെമ്മ വർക്കൗട്ട് ആവും. ഇത് നിങ്ങൾ ഒരു ടൈം പീരീഡ് വെച്ച് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. എനിക്ക് ഇത്ര ദിവസത്തിനകത്ത് കാര്യം നടത്തി തരണേ അമ്മയെന്ന്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നടക്കുകയും ചെയ്യും. ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണാലെ കണ്ട് നിങ്ങൾ സംതൃപ്തി അടയാനും പറ്റും. അത്രയ്ക്കും പവർഫുൾ ആയ ഒന്ന്. ചില നേരങ്ങളും ചില കാര്യങ്ങളും അത്രയ്ക്കും വന്നിട്ട് നമുക്ക് പവർഫുൾ ആയ സമയമായിരിക്കും. അത് നമ്മൾ പയൻപെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വെற்றி മട്ടുന്താൻ ഫലം. അന്തവകയില് ഈ വിഷയം വന്നിട്ട് ബ്രഹ്മമുഹൂർത്ത സമയത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാര്യസിദ്ധിയെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. നിങ്ങൾ അവശ്യം இந்த മുറയെ ചെയ്ത് നോക്കിക്കൊള്ളുക. ഇനി ഇത് എന്നൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് കുറിപ്പിട്ട ഒരു ദിവസം എന്നില്ല. പിന്നെ പഞ്ചമിക്കാണ് ചെയ്യുന്നവരെങ്കിൽ പഞ്ചമി ചെയ്താൽ മതി. നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി. ശരിയാ? എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വന്നാൽ അത് കമന്റ് ചെയ്ത് ചോദിച്ചോളുക. മാത്രമല്ല ഇതിന്റെ റിസൾട്ട് നിങ്ങൾ എനിക്ക് അറിയിക്കുകയും വേണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി ഒരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.